ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീക്കിലെ, അതായത് 4th മെയ് മുതൽ 8th മെയ് വരെ, തിങ്കൾ ടു ഫ്രൈഡേ വരെയുള്ള മാർക്കറ്റിൽ നമ്മളുടെ എൻട്രീസ് എങ്ങനെയായിരുന്നു, നമ്മുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു, നമ്മുടെ വ്യൂസ് എന്തൊക്കെയായിരുന്നു, നമുക്ക് എങ്ങനെയായിരുന്നു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത്, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു വീക്ക്ലി സമ്മറി മാത്രമാണ്, നമ്മൾ അത് മാത്രം സംസാരിക്കുന്നുള്ളൂ. മാർക്കറ്റിന്റെ ആന്റിസിപ്പേഷനും വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അത് ആഹ് ഇതാക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോർമലി അറിയാലോ, നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് ഡെയിലി ബേസിസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് മന്ത്ലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റിയാക്ഷൻ കിട്ടി. ദെൻ 1 വീക്ക് ടൈം ഫ്രെയിമിൽ, ഇതൊരു മന്ത്ലി OP ആണ് കേട്ടോ. ജസ്റ്റ് ഓക്കെ, ഇതൊരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് ആണ്. ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തു, മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇത് 1 വീക്ക് ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് MSSS കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയും. MSSും ഇവിടെ നമുക്കുണ്ട്. ഇതും ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്, ഇതാണ് MSS എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സഡൻ ആയിട്ട് തന്നെ ഫാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു മാജിക്കൽ ലെവലിന്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഫാൾ ചെയ്യാനുള്ള ഹയർ പോസിബിലിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. 1 വീക്ക്. ഇനി 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിം മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആന്റിസിപ്പേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ വ്യൂ എന്ന്, കംപ്ലീറ്റ് വ്യൂ എന്നുണ്ടായിരുന്നത്, മനസ്സിലായിട്ടുള്ളൂ. ഇത് 1 മന്ത് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു MSS ഉണ്ടാക്കി. ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് ആയിരിക്കും പോവുക എന്നുള്ളതായിരുന്നു നമ്മളുടെ എന്തുണ്ടായിരുന്നത്, വ്യൂ വ്യൂ ഉണ്ടായിരുന്നത്. ഓക്കെ, മാർക്കറ്റ് 1 മന്ത് ടൈം ഫ്രെയിമിൽ ടാപ്പ് ചെയ്യുന്നു. മാർക്കറ്റ് സ്വിച്ച് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടായിരുന്നു. അതുവരെ അപ് സൈഡ് വന്ന മാർക്കറ്റിനെ നമ്മൾ ഡൗൺ സൈഡിലോട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. സോ ഇതായിരുന്നു നമ്മുടെ മാർക്കറ്റ് വ്യൂ ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തു, ഇൻ കേസ് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ, താഴോട്ടാണെങ്കിൽ ഇനി എവിടെ നിന്നായിരിക്കും വീഴാൻ സാധ്യത എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇതൊരു എന്താണ്, സപ്ലൈ ആണ്. എന്തുകൊണ്ട് ഇത് സപ്ലൈ? ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിന് ശേഷം, ഈ ഒരു ഏരിയക്ക് ശേഷം മാർക്കറ്റ് സഡൻ ആയിട്ട് ഫാൾ ചെയ്തിട്ടുണ്ട്. ആ MSSനൊക്കെ കാരണം ഈ ഒരു സഡൻ ഫാൾ ആണ്. ഈ ഒരു സഡൻ ഫാൾ കിട്ടിയിട്ടുള്ള ഏരിയയിലായിരിക്കും നല്ല രീതിയിൽ സെല്ലിംഗ്, സപ്ലൈ നടന്നിരിക്കുന്നത് എന്നുള്ള ആന്റിസിപ്പേഷനിലാണ് നമ്മൾ ആ ഒരു ഏരിയ ഡൗൺ സൈഡിലായിട്ട് എടുത്തത്. ഓക്കെ, ഇനി നമ്മുടെ എയിം നോക്കാം. ഈ വീക്കൊക്കെ നമ്മുടെ എയിം വരുന്നത് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു എയിം ആണ്. അതായത് ആസ് പെർ സ്ട്രക്ചർ പ്രകാരം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടുന്ന് 1 മന്ത് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നു. ഇപ്പൊ അതിന്റെ ഒരു സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തിരിക്കുന്നു. ആ സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പ്രൈസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്, BOS വെക്കാൻ വേണ്ടിയിട്ട് ഡൗൺ സൈഡ് തന്നെ വരും. സോ ഇത്രയായിരുന്നു നമ്മളുടെ ഓവറോൾ വ്യൂ ഉണ്ടായിരുന്നത്, ടോപ്പ് ഡൗൺ അനാലിസിസ് വെച്ചിട്ട് ഈ ഒരു വീക്ക്. ഇനി നമ്മൾ ഓരോ ദിവസവും എടുത്ത എൻട്രിയെ പറ്റിയും അതിന്റെ റീസൺസും നമുക്ക് നോക്കാം. നമ്മൾ 4 അവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റിയാണ്. 4 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ ഇത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിന്നെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്ത മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് വീക്ക് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി സംസാരിക്കണം. കാരണം എന്നാലാണ് നമ്മളുടെ വ്യൂ, ഇവിടെ മാർക്കറ്റ് നോക്കണമെങ്കിൽ നമ്മൾ ഡൗൺ സൈഡ് വ്യൂ ചെയ്ത്, പക്ഷെ ഡെയിലി മാർക്കറ്റ് അപ് സൈഡിലാണ് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ നമ്മളുടെ കഴിഞ്ഞ വീക്ക്, അതായത് ഈ കഴിഞ്ഞല്ല, അതിന് മുന്നത്തെ വീക്ക് നമുക്ക് ഉണ്ടായിരുന്നത് ഇതാ, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. ഇതെങ്ങനെ ഇൻഡ്യൂസ്മെന്റ് ആവും? ഇതൊരു 4 അവർ ടൈം ഫ്രെയിമിലെ മാർക്കറ്റ് ലോ ആണ്, അതിന് മുന്നുണ്ടാക്കിയ പുൾ ബാക്ക് ആണിത്. പുൾ ബാക്കിന് വാല്യുള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിൽ എക്സ്പെക്ട് ചെയ്യാം, എൻട്രീസ് ഇതാക്കാം. സോ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതുവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏകദേശം ഈ ഒരു ലോ വരെ തന്നെ ഒരു ടാർഗറ്റ് ചെയ്തു. പ്രോഫിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു സോറി, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം മേലെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫാൾ ചെയ്തെന്ന് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഫാൾ ചെയ്തില്ല. മാർക്കറ്റ് നേരെ അതിന്റെ മേലെ ബോഡി ക്ലോസ് ആണ് വെച്ചത്. സോ ഈ ഒരു ബോഡി ക്ലോസ് നമ്മൾ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി.
എന്തുകൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി വെച്ചാൽ ഇവിടെ സ്വീപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് ഡൗൺ സൈഡിലോട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എൻട്രീസ് പ്ലേസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ മാർക്കറ്റ് ബോഡി ക്ലോസ് വെച്ചപ്പോ മാർക്കറ്റിന് ഡൗൺ സൈഡ് പോവുകയല്ലാതെ അപ് സൈഡ് പോകാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയെ നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് വൺ സെക്കൻഡ്, ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതിന്റെ 50%-ൽ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ലോ എടുക്കുമ്പോഴോ ഈ ലോ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ 50%-ന് മുന്നുള്ള ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു? ഫാൾ ചെയ്തത്. അഗൈൻ മാർക്കറ്റ് തിരിച്ചു കയറി ആ 50% മാജിക്കൽ ലെവൽസ് എത്തി. അതിനുശേഷം അവിടെ നിന്ന് ഫാൾ ചെയ്തു. ബട്ട് നമുക്ക് ആ 50% റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഈ ഒരു ടൈമിൽ. ഈ ഒരു ടൈമിൽ അപ്പൊ ഇവിടെ കോഡ് ക്ലോസ് ചെയ്ത മാജിക്കൽ നമ്പർ ടാപ്പ് ചെയ്തപ്പോൾ മാജിക്കൽ നമ്പർ ടാപ്പ് ചെയ്യാൻ വന്നായിരിക്കും വീണ്ടും മാർക്കറ്റ് ഫാൾ ചെയ്യും എന്നായിരുന്നു നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തു. ബട്ട് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു? അപ് സൈഡിലോട്ട് തന്നെ വന്ന് ഒരു സ്വീപ്പും കൂടി നടത്തി. എഗെയിൻ മാർക്കറ്റ് ഇപ്പൊ നോക്കി നല്ല ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മളുടെ ബാരിഷ് ആന്റിസിപ്പേഷനും മാർക്കറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആയിട്ടും പോകണം. നമ്മൾ ആ സമയത്ത് പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമാണ് ഈ ബോഡി ക്ലോസിന് ശേഷം മാർക്കറ്റിൽ എന്തെങ്കിലും അപ്സൈഡ് പോസിബിലിറ്റീസും കൂടി ഇതാക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ലാസ്റ്റ് വീക്ക് എൻട്രി പ്ലാൻ ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂസ് ഇല്ല. മാർക്കറ്റ് ഇന്ന സൈഡിലോട്ട് പോകും അല്ലെങ്കിൽ ഇന്ന അവിടേക്ക് പോകും. കാരണം എയിം ചെയ്യാൻ ഒരു പോയിന്റ് ഇല്ല. അപ്പൊ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുവരെ എയിം ചെയ്യായിരുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എവിടേക്ക് എയിം ചെയ്യും? ഇതിന്റെ മേലെ എയിം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പും സ്ട്രക്ചർ ഷിഫ്റ്റും പ്രോപ്പർ ആണ്. സോ ഈ ഒരു ഏരിയ എന്താണ് സപ്ലൈസ് ഉണ്ട്. സോ ഈ ഒരു സപ്ലൈയിലൊക്കെ മറികടന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി ഇതിന്റെ മേലെ ഒരു ക്ലോസ് വെക്കുമ്പോഴാണ്, സ്വീപ്പ് അല്ലാണ്ട് ക്ലോസ് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് അപ്സൈഡ് കൺഫേം ചെയ്ത് പിന്നെ വരുന്ന പുൾ ബാക്കിൽ എൻട്രീസ് പ്ലേസ് ചെയ്ത് അപ്സൈഡിലോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ടൈം ഫ്രെയിമിലോ 1 അവർ ടൈം 1 ഡേ ടൈം ഫ്രെയിമിലോ ഒന്നും നമുക്കില്ല. ഓക്കെ, ഇനി നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. അപ്പൊ നമ്മൾ നേരത്തെ ഇത്രയും വരച്ച പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഏരിയ മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അതിന്റെ മേലെ പോയിട്ട് 4 അവർ ക്ലോസ് വെച്ചു. പക്ഷെ 1 അവറിൽ നോക്കിയേ ഫുള്ള് സ്വീപ്പ് ആണ്. സോ അപ്പഴും നമുക്ക് കൺഫ്യൂഷൻ ആയി. ഇത് ശരിക്കും മാജിക്കൽ ലെവലിലോട്ട് വരുന്നവരാണോ? വന്നിട്ട് തിരിച്ച് വീഴുന്നതാണോ? എന്താണ്? ഇപ്പൊ നമുക്ക് ഇവിടം വരെ എയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ലയോ? ഡൗൺ സൈഡിലുള്ള ആന്റിസിപ്പേറ്റ് ചെയ്താലോ? എല്ലാം നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇവിടെ നമുക്കൊരു OB കാണാനായിട്ട് പറ്റും. ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഇൻഡ്യൂസ്മെന്റിന് പുറത്ത് തന്നെ ഇവിടെ മാർക്കറ്റ് ഇവിടെ MSS കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് 50% ടാപ്പ് ചെയ്ത് സൂപ്പറായിട്ട് ഫാളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഇൻവാലിഡേറ്റും ചെയ്തിട്ടുണ്ട്. അതായത് 1 ടാപ്പ്, 2nd ടാപ്പ്, 3rd ടാപ്പ് അടക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിനാരിയോയില് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ആന്റിസിപ്പേഷൻ ഫുൾ ആയിട്ട് മാറി. നമ്മൾ വിചാരിച്ചു ഓക്കെ, അപ്പോ ഇത് ശരിക്കും മാജിക്കൽ ലെവലിൽ തട്ടാൻ വന്നാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇനിയും ഫാൾ ചെയ്യാനാ പോസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇവിടെ നിന്നൊരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഓർമ്മ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എൻട്രീസ് പ്ലാൻ നോക്കാം. അപ്പൊ ഇല്ല, ഇവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്തില്ല. അവിടെ നിന്ന് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്തു. മേ ബി ഈ ഒരു ഇൻഡിസിഷന്റെ മേലെ നിന്ന് നമുക്ക് ഡോക്ടർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എടുക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ബട്ട് അത് ചെറിയൊരു പ്രോഫിറ്റിൽ കട്ട് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റ് മാത്രം. പിന്നെ ഉണ്ടായിരുന്ന ഒരു ആന്റിസിപ്പേഷൻ ഇൻ കേസ് മാർക്കറ്റ് മേലെ പോയി ഇതിന്റെ ഒരു 50% പോയിട്ട് മാർക്കറ്റ് അഗൈൻ എവിടേക്ക് വരും? ഈ ഒരു ലെവലിലോട്ട് വരും. ഇതൊരു 4 അവറിൽ അൺമിറ്റേറ്റഡ് ഓർഡർ ബ്ലോക്ക് ആണ്. ഇതിലോട്ട് വരും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ആന്റിസിപ്പേഷൻ. പക്ഷെ മാർക്കറ്റ് അതിനൊന്നും വില വെക്കാതെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി 1 അവറിൽ മേലെ ബോഡി ക്ലോസും വെച്ചു. സോ കൺഫ്യൂസ്ഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വീണ്ടും എൻട്രീസ് നമുക്ക് പിന്നെ ശരി, ഇനിയിപ്പോ മാർക്കറ്റ് മേലോട്ട് പോകാനാണെങ്കിൽ താഴോട്ട് പോകാനാണെങ്കിൽ ഈ ഒരു മാജിക്കൽ ലെവലിന്റെ 50% വരും എന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റി. അതിന് നല്ല രീതിയിൽ മാർക്കറ്റ് പൊട്ടിച്ച് മേലോട്ട് പോയി. ഇങ്ങനെ പോയപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ഉണ്ടായിരുന്നു. ആ ഒരു എൻട്രിയിലാണ് ഒന്നും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോസ് ഉണ്ടായി. ഞാൻ ഡൗൺ സൈഡിൽ എൻട്രി എടുത്ത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു എൻട്രി നമുക്ക് പാളിപ്പോയി. ഞാൻ പേടിച്ചിട്ട് പൊസിഷൻ കട്ട് ചെയ്യാൻ പറ്റും.
again market fall ആയി, മാർക്കറ്റ് fall ആയി, again മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്സൈഡിലോട്ട് പോയി. ഇവിടെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇവിടുത്തെ എൻട്രീസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം. ഇതൊക്കെയായിരുന്നു മാർക്കറ്റിൽ നമ്മുടെ ഒരു ലെവൽസ് ഉണ്ടായത്, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായത്. ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വ്യൂ ഉണ്ടായിരുന്നില്ല. നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇവിടെ ബോഡി ക്ലോസ് വെച്ചപ്പോ തൊട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. 1 സെക്കൻഡ്. അതെ, ഇവിടെ ബോഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഡേ, നമ്മുടെ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ബോഡി ക്ലോസിന് ശേഷമുള്ള വീക്ക് ആയതുകൊണ്ട് എനിക്ക് എവിടെയും ഡിസിഷൻസ് ഇല്ല. ഇവിടെ നിന്നാണെങ്കിൽ കൺഫ്യൂഷൻ ആണ്, മാർക്കറ്റിൽ എയിം ചെയ്യാൻ പറ്റുമോ, എയിം ചെയ്യാൻ പറ്റില്ലേ. ഇവിടെ ഇൻഡിസിഷൻ ആക്കിയപ്പോഴത്തേക്കും ഇവിടെ ഓക്കെ, ഇനി പോസിബിലിറ്റി ഉണ്ട് താഴോട്ട്. എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തു, 4 അവറിൽ സ്വീപ്പ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്ന അറിയണില്ല. സോ ഫുൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് വ്യൂ ഇല്ലാത്ത, കറക്റ്റ് ആയിട്ട് നമുക്കൊരു ലൈവ് മാർക്കറ്റിനെ അനുബന്ധിച്ച് മാത്രം എൻട്രീസ് പ്ലേസ് ചെയ്യേണ്ട, ഓവറോൾ ടാർഗറ്റ് വെക്കാൻ പറ്റാത്ത ഒരു എൻട്രി ഏരിയാസ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ എൻട്രി ആയിട്ട് നമുക്ക് ഡിക്കോഡ് ചെയ്യാം. ഫസ്റ്റ് എൻട്രി മൺഡേ ആണ്. മൺഡേ നമുക്ക് എൻട്രീസ് ചെയ്തും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമുക്ക് ഒരു എൻട്രിയും കിട്ടിയില്ല. അതിന് ശേഷം നമുക്ക് പിന്നെ വന്നത് മൺഡേക്ക് നമുക്ക് എൻട്രീസ് കിട്ടിയില്ല. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ. മൺഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ആയിരുന്നു. നമുക്ക് എൻട്രീസ് ആന്റിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഞ്ചോ കാര്യങ്ങളോ കിട്ടിയില്ല. ഷോർട്ട് ടൈം റേഞ്ചസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇത് ഫാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു എന്ന് മാത്രമില്ലാതെ കാര്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എനിക്ക് വരും, എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. Okay, fair value gap mitigated again for fair value gap mitigated again for what ഒരു ഫാവ് ഉണ്ട്, ടാപ്പ് ചെയ്തു, ടാപ്പ് ചെയ്തു ഫാൾ, ടാപ്പ് ചെയ്തു ഫാൾ. സോ ഫാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വൺ അവർ ടൈം ഫ്രെയിമിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് പറഞ്ഞു നോക്കിയാൽ മതി. ഞാൻ എന്താണ് ഇതൊന്നും മാറുന്നില്ല. ഫൈൻ. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എൻട്രി വൺ, ഇവിടെയാണ് നമ്മുടെ എൻട്രി വണ്ണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എൻട്രി വണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഫ്രെയിം ഒന്നുകൂടി കുറയ്ക്കാം. 4 അവറിൽ നിന്നും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് പോയിട്ടുണ്ട്. സോ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു റേഞ്ചിൽ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഇൻഡിസിഷൻ ആയിട്ട് 1 അവറിൽ കണ്ടില്ലേ, ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻട്രി ഉണ്ടാവാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അക്കുമുലേഷൻ ഫേസ് ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മാർക്കറ്റിന് ഒരു അക്കുമുലേഷൻ ഫേസ് കാണാനായിട്ട്. ഈ ഒരു ഫേസില് മാർക്കറ്റ് എന്ത്, ഓക്കെ ഫൈൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഈ അക്കുമുലേഷൻ ഫേസിൽ നിന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ടു ഓക്കെ, ക്വിക്കായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്സൈഡിലോട്ട് ക്വിക്കായിട്ട് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്, ക്വിക്കായിട്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ അക്കുമുലേഷൻ ഫേസിന് മേലെയായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് കാണാനുണ്ട്. ഇതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക്. ഫൈൻ. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും നമുക്ക് കാണാൻ പറ്റും. അക്കുമുലേഷൻ ഫേസ്, അതായത് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അക്കുമുലേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് സ്റ്റിൽ പറക്കുന്നു മാർക്കറ്റ് എഗെയിൻ. അപ്പൊ ഈ ഒരു വലിയ ക്യാൻഡലിൽ എനിക്ക് എന്ത് തോന്നി, മാർക്കറ്റ് ഇതൊരു മാനിപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടാണ്, ഡൗൺ സൈഡിലോട്ടാണ് നടക്കുക. പിന്നെ മാർക്കറ്റ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റി. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പോൾ ഓക്കെ, ഇവിടെ നോക്കി 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മേലെ പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഞാൻ എൻട്രീസ് പ്ലേസ് ചെയ്തു. ഞാൻ എക്സാക്ട് എൻട്രി കാണിക്കാം. ഇതായിരുന്നു നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ സ്വീപ്പ് ചെയ്ത് മേലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ എൻട്രി പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് എന്ന് ഇതിൽ റിസ്ക് ഒരുപാട് 0.5 ആണ്. അതായത് 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ $100 പ്രോഫിറ്റ്, സോറി
$100 റിസ്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് $53 പ്രോഫിറ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഞാനിവിടെ പ്രോബബിലിറ്റി ആയിരുന്നു മെയിൻലി നോക്കിയത്. സോ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ എനിക്ക് മൺഡേ ട്രേഡ്സ് ഇല്ല. സോ പ്രോബബിലിറ്റിയിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. പക്ഷെ അത് അധികം നിന്നില്ല. ഇവിടെ നിന്ന് ഞാൻ എൻട്രി പ്ലേസ് ചെയ്യുന്നു, മാർക്കറ്റ് റോങ് സൈഡിൽ പോകുന്നു, എഗെയിൻ മാർക്കറ്റ് ഫാൾ ചെയ്ത് എഗെയിൻ നമ്മുടെ റേഞ്ചിലോട്ട് ക്വിക്കായിട്ട് മാർക്കറ്റ് മൂവ് ആണ്. സോ ഈ ക്വിക്ക് മൂവില് ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് ഒരു $25 നെറ്റ് പ്രോഫിറ്റില് എന്തോ ചാർജസ് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഒരു സോറി നെറ്റ് പ്രോഫിറ്റ് അപ്പൊ $21 പ്രോഫിറ്റില് ഞാൻ ഇവിടെ വെച്ച് പൊസിഷൻ കട്ടിരുന്നു. ഫുള്ളായി ഹോൾഡ് ചെയ്യുന്നില്ല. ഫുള്ളായി ഹോൾഡ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടുമായിരുന്നു, ഒരു $33 എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അത് $25 ഞാൻ ആ ഒരു പൊസിഷൻ ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഒന്നും കൂടി മേലെ വന്ന് ഈ ഒരു ഫ്ലാഗ് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ച് കയറി. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവില്ല, എന്നാൽ കൂടി ഈ റേഞ്ചിലോട്ട് പോയി എഗെയിൻ ഫാൾ ചെയ്തു. ഓക്കെ, ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇപ്പൊ നമ്മളിതിപ്പോ കണ്ടിന്യൂസ്ലി ഫുള്ളായിട്ട് ബെറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് $90 ആണ്. നമ്മൾ അത് $25 എന്നുള്ള റേഞ്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. Fine. അപ്പൊ ഈ രീതിയിലായിരുന്നു നമ്മുടെ എൻട്രീസ് ഉണ്ടായിരുന്നത്. പക്ഷെ പാനിക് ആണ്, കാരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റ് ഇതുണ്ടായിരുന്നു. നമ്മുടെ മേജർ ടാർഗറ്റ് എന്ന് പറഞ്ഞ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. മേജർ ടാർഗറ്റ് ഇത്രയല്ല ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്താണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫാബിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി കണ്ടിട്ട് നമ്മൾ ഇവിടേക്ക്, അതായത് എക്സാക്ട്ലി പറഞ്ഞുതരാം, ഇവിടെ അല്ലേ മാർക്കറ്റ്, ഇതാണ് അതിന്റെ 50%. സോ 50% റേഞ്ചിലോട്ട് എടുത്ത് മാർക്കറ്റിൽ ഞാൻ കട്ട് ചെയ്യാനുള്ള ടാർഗറ്റ് വെച്ചു. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഫ്ലാഗ് കൂടി ഉണ്ട്. സോ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യാണ്. ഇൻ കേസ് അപ്സൈഡ് ആണെങ്കിലോ, കാരണം ഇവിടെ എന്ത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ടൈം ഫ്രെയിമിൽ നമുക്ക് കാര്യമായിട്ടുള്ള വ്യൂസ് ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് എടുത്ത് വെക്കാനും പറ്റില്ല. ലോങ് ടൈം ഫ്രെയിമിൽ എനിക്ക് ഇവിടേക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടാർഗറ്റും ഇല്ല. സോ ഈ ഒരു എൻട്രി $25 ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. പിന്നെ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞു, ആ ഒരു എൻട്രി കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അഗൈൻ നല്ല രീതിയിൽ അപ്സൈഡ് പോയി. അഗൈൻ മാർക്കറ്റ് ഫാൾ ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് വെനസ്ഡേ, നമുക്ക് വീണ്ടും എൻട്രി ചെയ്യാം. വെനസ്ഡേ എന്ത് സംഭവിക്കുന്നത്, മാർക്കറ്റ് നമ്മുടെ വ്യൂ ഒക്കെ തെറ്റി പോവാണ്. അതായത് ഓക്കെ, മൺഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 hour ടൈം ഫ്രെയിമിൽ എന്തുണ്ട്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഇവിടെ ഫെയിലിയർ ആക്കുന്നു. സോ ഇൻ കേസ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവാം എന്നുള്ള ഒരു ആന്റിസിപ്പേഷനിലോട്ട് വരുന്നു. ഇവിടെ വെച്ച് നമ്മൾ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കുന്നു. അതിനുശേഷം അപ്പൊ ഇത് ഫെയിലിയർ ആക്കിയിട്ടുണ്ട്. സോ പോസിബിലിറ്റീസ് ഉണ്ട് ഡൗൺ സൈഡിലോട്ട്. കൺഫർമേഷൻ ഇല്ല, പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ക്ലോസ് ആണ്, ഇവിടുത്തെ ബോഡി ക്ലോസ് ആണ് നമുക്ക് ഇൻ കേസ് മേലെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ. അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോന്നു. ഇപ്പൊ കയറി പോകുമ്പോ എന്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നത്, ഓക്കെ അപ്പ് സൈഡിലോട്ടല്ലേ, നമുക്ക് അപ്പ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ടോ എൻട്രി അടിക്കാൻ ഈ ഒരു റേഞ്ചിന്റെ 50% മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഡൗൺ സൈഡ് പോകാൻ സാധ്യത ഉണ്ടല്ലോ. സോ 50% ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് അതിന്റെ 50%. ഈ 50% ഡിലീറ്റ് ചെയ്തോ. ഓക്കെ, ഇതാണ് മാർക്കറ്റ് 50%. സോ ഇവിടുന്ന് കയറി പോയപ്പോൾ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തത്, ഇൻ കേസ് ഈ 50% മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഇൻഡ്യൂസ്മെന്റ് ഒക്കെ ഉണ്ടാക്കി മാർക്കറ്റ് ഫാൾ ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു 4 hour OP വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ചതച്ചു. മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് തന്നെ പോയി. മാർക്കറ്റിന് അപ്സൈഡ് തന്നെ പോയി. അപ്പൊ ഈ അപ്സൈഡ് പോക്ക് നമ്മൾ തിരുത്തി. ഇങ്ങനെ പോവാൻ, ഇങ്ങനെ ഒരു ഇത്രയും മൊമെന്റത്തിൽ ഇത്രയും സ്പീഡിൽ പോയപ്പോ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു. എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നതിനെ പറ്റി എനിക്ക് തീർത്തും ഐഡിയ ഇല്ലാത്ത സിനാരിയോട്ട് വന്നു. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് എൻട്രീസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകണമെന്ന് പോലും അറിയുന്നില്ല. നമ്മൾ വ്യൂ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ അതീതമായിട്ടാണ് മാർക്കറ്റ് സംഭവിക്കുന്നത്. അങ്ങനെ അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം വീണ്ടും എനിക്ക് എൻട്രീസ് എനിക്ക് കിട്ടിയില്ല. അന്നത്തെ ദിവസം എനിക്ക് എൻട്രി കിട്ടിയില്ല.
അതിനുശേഷം നെക്സ്റ്റ് ഡേ, അപ്പൊ എനിക്കിപ്പോ ട്യൂസ്ഡേ ട്രേഡ് കിട്ടി, വെനസ്ഡേ ഇല്ല, തേഴ്സ്ഡേ. തേഴ്സ്ഡേയിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേഞ്ചിൽ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ക്വിക്ക് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ് തന്നു. സോ ആ മൂവിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും, ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. ഇതൊരു സ്വീപ്പും കൂടിയാണ്, മാർക്കറ്റ് സഡൻ ആയിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. സോ നമുക്കിപ്പോ ഇത് വാലിഡേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. അപ്പൊ ഞാൻ ലോ ടൈം ഫ്രെയിം എടുത്തു 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് നോക്കിയപ്പോ 15 മിനിറ്റ് നോക്കിയിട്ട് എൻട്രി പ്ലാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, സോറി ഞാൻ 1 അവറിൽ തന്നെയാണോ, അല്ല ഞാൻ എടുത്തത് 5 മിനിറ്റ്സിലാണ്, സോറി. ഓക്കെ, 5 മിനിറ്റിലാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക്, 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 5 മിനിറ്റ്സിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രീസ് പ്ലാൻ ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ 5 മിനിറ്റ്സിൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമുള്ള ഏരിയാസ് ഒന്ന് ഒരു 50% റേഞ്ചിൽ നിന്ന് എൻട്രി പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ എൻട്രി പ്ലേസ് ചെയ്തതാണ് ഈ ഒരു ഏരിയയിൽ. കാരണം ഇതിന്റെ 50% എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഏകദേശം 50% ഇതാണ്. സോ ഞാൻ ആ 50% തന്നെ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തു. സോ ഇങ്ങനെ എൻട്രി പ്ലേസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചതാണെങ്കിൽ ഞാൻ ഈ ഒരു റേഞ്ചിന്റെ മേലും, ഞാൻ അത്യാവശ്യം 1 ലോട്ടിലാണ് ട്രേഡ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ $100 റിസ്ക്. സോ ഇതിന്റെ മേലെ തൊട്ടു മേലെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. സോ ഈ സ്റ്റോപ്പ് ലോസ് എന്നെ പേടിപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ടൈം ഫ്രെയിം നോക്കി 1 അവർ ടൈം ഫ്രെയിമിന്റെ OB ആണ്. 1 അവർ ടൈം ഫ്രെയിമിന്റെ എന്താണ്, 1 അവർ ടൈം ഫ്രെയിമിന്റെ OB ആണ്. ഇതിനകത്തുള്ള 5 മിനിറ്റ്സിന്റെ ഒരു റിയാക്ഷന് പുറത്താണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക്, ഇവിടുത്തെ ഒരു ഏരിയനെ നമ്മൾ ഒന്ന് ചെറുതാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു വേറൊരു റേഞ്ച് കൂടി കിട്ടും. മനസ്സിലായി? എക്സാക്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ച് കൂടി കിട്ടും. ഇതെന്താണ്, അല്ലെങ്കിൽ അതിന്റെ താഴെ ഒരു ഫാബ് ഉണ്ട്. സോ ഈ ഫാബി മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് ഏരിയാസ് കിട്ടും. എനിക്കൊരു പേടി, ഇൻ കേസ് മാർക്കറ്റ് പോയി എന്ത് ചെയ്യോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യോ എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. അപ്പൊ എൻട്രി ഞാൻ എടുത്തു. എൻട്രി എടുത്തു കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് അപ്സൈഡിലോട്ടും പോയി. അതായത് ഒന്ന് എൻട്രി എടുത്തു, പ്രോഫിറ്റ് മേക്ക് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് പോയി, പിന്നെ ഫാൾ ചെയ്തപ്പോ, അതായത് ഇവിടെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്തു, മാർക്കറ്റിൽ പേടിയായി. പേടിക്കുള്ള റീസൺ ഞാൻ പറഞ്ഞു. ഞാൻ എടുത്ത എൻട്രിയിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഞാൻ ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇവിടെയാണെന്നിരിക്കും, അതായത് ഇതിന്റെ പുറത്താണെങ്കിൽ ഇത് എന്റെ, സോറി 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 ഇത്രയല്ല, ഇത് ഇതിന്റെ മേലെയാണെങ്കിൽ എനിക്ക് ഇത്ര പേടി ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ഇതിന്റെ പുറത്താണെങ്കിൽ എനിക്ക് ഇത്ര പേടി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആയപ്പോ എനിക്കൊന്ന് പേടിച്ചു. ഞാനൊന്ന് ഒന്ന് ഞാൻ ചിന്തിച്ചു, അയ്യോ തെറ്റ് പറ്റിയോ. കാരണം ഇതാകുമ്പോ പെട്ടെന്ന് എനിക്ക് എന്താവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. സോ മാർക്കറ്റ് ഇവിടെ പോയി റിവേഴ്സ് ഒന്ന് വീണപ്പോൾ തന്നെ എന്റെ പൊസിഷൻ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് $49 ആയിരുന്നു എന്റെ ലോസ്. എന്റെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്, സ്റ്റോപ്പ് ലോസ് $100, ടാർഗറ്റ് അറൌണ്ട് 104 ആയിരുന്നു. 1:0.4 സ്റ്റോപ്പ് ലോസിന്റെ റേഷ്യോ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ രീതിയിൽ എനിക്ക് ഇവിടെ പാനിക് ആയിട്ട് ചെല്ലേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത്, ഞാൻ 15 മിനിറ്റ്സിലെ റേഞ്ച് നോക്കി 5% എൻട്രി എടുത്തു. അതിന്റെ മേലെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഞാൻ സുഖമായിട്ടിരുന്നു. എപ്പോഴും സ്റ്റോപ്പ് ലോസുകൾ നമ്മളെ പേടിപ്പിക്കും. ഇപ്പൊ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിക്ക് നമുക്ക് സ്പീഡ് എടുക്കാൻ പേടിക്കുന്ന പോലെ, ബ്രേക്കിൽ സ്റ്റോപ്പ് ലോസ്, ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ള എൻട്രീസിൽ നമുക്ക് ലോങ് പോകാൻ നമ്മളെ പേടിപ്പിക്കും. കാരണം ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി, ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഡോളോട്ട് പോകും. പക്ഷെ ഈ മാർക്കറ്റ് നോക്കി നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ക്ലീൻ ആയിട്ട് ജയിക്കുമായിരുന്നു.
ക്ലീൻ ആയിട്ട് മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവിടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വ്യൂ ഇല്ല. വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതുവരെ വയ്ക്കും, ഇല്ലെങ്കിൽ അതിന്റെ ഒരു 50% റേഞ്ചിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ 50% എന്ന് പറയുന്നത് ഫസ്റ്റ് ദിസിലേക്കാണ്. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് അതിന്റെ എൻട്രീസും പോസിബിലിറ്റീസും എല്ലാം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ട് എൻട്രീസ് എടുത്തു നമ്മൾ. അതില് ഒന്നില് $49 സ്റ്റോപ്പ് ലോസും ഒന്നില് $25 പ്രോഫിറ്റുമാണ് മേക്ക് ചെയ്തത്. നെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോസിലായിരുന്നു. യൂറോയിൽ നമ്മൾ നെറ്റ് ലോസിലായിരുന്നു. കാരണം ഇതിൽ രണ്ടിലും ഇതും വരും. $8 സംതിങ് ചെയ്തിട്ട് എക്സാക്ട് പറയാം. ശരി, നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ സെക്കൻഡ് ട്രേഡിൽ $49 ലോസ്, സെക്കൻഡ് ട്രേഡിൽ $25 ലോസ്. ഓക്കെ, സോറി പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ sorry, 25 മൈനസ് 49 മൈനസ് $8 ചാർജസ് ആണ്. നമുക്ക് നെറ്റ് $32 ആണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട്. നമുക്ക് പ്ലസ് അല്ലേ ഉണ്ട്. 25 മൈനസ് 49 പ്ലസ് 8-16 മൈനസ് 24 മൈനസ് $48 ലോസ് വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ കണക്കിലും വീക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ കണക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് എനിക്ക് എന്തോ പെട്ടെന്നുള്ള ഒരു ഇതില് ഈ ഒരു കണക്കിൽ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു മാത്രം. നമുക്ക് നോക്കുകയാണെങ്കിൽ ലോസ് എന്ന് പറയുന്നത് $25 പ്രോഫിറ്റ് കിട്ടിയ നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് $21 ആണ്. നെറ്റ് പ്രോഫിറ്റ് മൈനസ് നമുക്ക് 49 രൂപ ലോസ് വന്നത് പ്ലസ് 4 രൂപയും കൂടി ലോസ് ആണ്. സോ 53 രൂപ നമ്മുടെ നെറ്റ് ലോസ് 53. ഓക്കെ, $32 ആണ് നമുക്ക് ആ ഒരു യൂറോ USDയിലെ രണ്ട് ട്രേഡിലായിട്ട് നെറ്റ് ലോസ് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് ലോസ് വന്നു. ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഡൗൺ പോയി. അഗെയിൻ മാർക്കറ്റ് വന്ന് മേലെ ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയി. എനിക്ക് വേറെ ഓക്കെ, ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മൾ ആന്റിസിപ്പേഷൻസ് അന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡേയിലെ ആന്റിസിപ്പേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ മാർക്കറ്റിൽ എൻ്റെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത് മോസ്റ്റ് പ്രോബബിലി ഇവിടെ നിന്നൊക്കെ ആയിട്ട് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ ഇതിന്റെ 50% എത്തിയല്ലോ, ഇവിടെ നിന്ന് റിവേഴ്സ് ആകും. സോ പക്ഷെ എങ്ങോട്ട്? ഇതിപ്പോ ഡൗൺ സൈഡ് തന്നെയാണോ? കാരണം ഇവിടെ സ്വീപ്പാണ്. മനസ്സിലാക്കണം, ഇവിടെ എന്താണെന്നിരിക്കുന്നത് സ്വീപ്പാണ്. 4 ഹവറിൽ അത് സ്വീപ്പാണ്. സോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഇവിടെ ബോഡി ക്ലോസ് വെച്ചെങ്കിലും ബോഡി ക്ലോസ് വെച്ച് മാർക്കറ്റ് താഴെ വന്ന് വീണ്ടും മേലോട്ട് വന്ന് മേലെ സ്വീപ്പ് ചെയ്ത്. സോ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആണ്, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതിനെ പറ്റി വല്ല ധാരണയും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കെ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും മേളിലോട്ട് പോയി. നമുക്ക് ആന്റിസിപ്പേഷൻസ് ഇല്ല, നമ്മൾ അവിടെ എന്ത് ചെയ്തു? ക്വിറ്റ് ചെയ്തു. ഈ ഒരു ഫ്രൈഡേയിൽ നമുക്ക് എൻട്രി ഇല്ല. വീക്ക്ലി 2 ട്രേഡ്സ് ആണ് യൂറോ USDയിൽ എടുത്തത്. രണ്ടിലും ഒന്ന് പ്രോഫിറ്റ്, ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ റേഞ്ചിന് അക്സൈഡിലായിട്ടാണ് നിൽക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഇപ്പോഴുള്ള റേഞ്ചിൽ നിന്ന് ഫാൾ ചെയ്ത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയിട്ട് അപ്സൈഡിലോട്ട് തന്നെ എൻ്റർ ചെയ്ത് എയിം ചെയ്യാനൊക്കെയാണ് പ്ലാൻ ഉള്ളത്. നോക്കട്ടെ, ഞാൻ നാളെ അതിന്റെ ഒരു ടോട്ടൽ വ്യൂ വീഡിയോ ഉള്ള സമയത്ത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് അത് ഇടാം. ഇതിന്റെ വീക്ക്ലി സമ്മറൈസ് ചെയ്യൽ മാത്രമായതുകൊണ്ട് നമുക്ക് ഇതോടെ വിടാം. ഫൈൻ. ഇനി നമ്മൾ വീണ്ടും രണ്ട് എൻട്രീസ് കൂടെ എടുത്തിട്ടുണ്ട്. മൊത്തം 4 എൻട്രീസ് ആണ്. നമ്മൾ ഗോൾഡില് കഴിഞ്ഞ വീക്ക് തൊട്ട് എൻട്രി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് മുതൽ നമ്മൾ ഗോൾഡിലും എൻട്രി എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ
അത്ര കണ്ട് നമുക്ക് നല്ല വ്യൂ ഉള്ള ഏരിയ ഒന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നല്ല. ഫ്രൈഡേ ആണ് ഞാൻ 2 ട്രേഡ് എടുത്തത്. 2 ട്രേഡിലും കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് എനിക്ക് ഒരു ട്രേഡില് മൊത്തം ലോസ് എന്ന് പറയുന്നത് ചാർജും കൂടി ചേർത്തിട്ട് $5 ആയിരുന്നു. $5.10. $5.10 ആയിരുന്നു എന്റെ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രേഡിൽ എന്റെ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു $52 പ്രോഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ 2 ട്രേഡ്സ് ആയിരുന്നു എനിക്ക് XAU USD ഉണ്ടായിരുന്നത്, ഗോൾഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഗോൾഡിന്റെ സ്ട്രക്ചർ സംസാരിക്കാൻ നമുക്ക് ആദ്യം. സോ നമ്മളൊരു ആന്റിസിപ്പേഷൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡ് അപ്സൈഡിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ ഒരു 50% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അഗൈൻ മാർക്കറ്റ് എന്ത് അപ്സൈഡിലോട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു മൊമെന്റം തന്നിട്ടുണ്ട്. എങ്ങനത്തെ മൊമെന്റം ആണ് മാർക്കറ്റ് തന്നത്? ഇവിടെ നോക്കിയിട്ട് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 അവറിലും അല്ലെങ്കിൽ 1 അവറിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയതായിട്ട്, അതും പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നല്ല ബുള്ളിഷ് ക്യാൻഡിലോടുകൂടി മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയത് കാണാം. അപ്പൊ ഇങ്ങനെ ഇരിക്കെ എന്റെ എൻട്രി വിടുന്നത് 1 അവർ ടൈം ഫ്രെയിം എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുണ്ട്. സോ ഈ ബുള്ളിഷ് ആയ മാർക്കറ്റിനെ നമുക്ക് ഇനി ഒരു 50% മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്ത് ചെയ്യാൻ, മാർക്കറ്റ് ഫാൾ ചെയ്യാൻ. അതായത് ഇവിടം വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു സാധ്യതനെ, ഈ ഒരു ഏരിയനെ എയിം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, എൻട്രീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിപ്പോ ഫ്രൈഡേ ആണ് ഞാൻ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. യെസ്. അപ്പൊ ഇവിടേക്ക് വരാനുള്ള പോസിബിലിറ്റി, അപ്പൊ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. 50 മിനിറ്റ്സിലോട്ട് മാറി. 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി വന്നത് ഇതായിരുന്നു എൻട്രി. റീസൺസ് പറഞ്ഞുതരാം. സോ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ 50% ആണ് നമ്മുടെ എയിമിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത്. എന്റെ ഈ ലെവലിന്റെ 50% എൻട്രീസ് പ്ലാൻ ചെയ്തു ഞാൻ. സോറി, ഈ ലെവലിന്റെ 50% ഞാൻ എന്ത് ചെയ്തു, എൻട്രീസ് പ്ലാൻ ചെയ്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻട്രി ക്ലീൻ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വേറെ കൺഫർമേഷൻസ് ഒന്നും എടുത്തില്ല. ഡയറക്റ്റ് ഒരു എൻട്രിയിലോട്ട് പോവുകയായിരുന്നു ഞാൻ ചെയ്തിട്ട്. ഡയറക്റ്റ് എൻട്രി പോയി. എൻട്രി ടാപ്പ് ചെയ്ത മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു. അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി, വീണ്ടും പോയി മാർക്കറ്റ് ലോസ് ഉണ്ടായി. സോ ഇങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വെച്ച് മാർക്കറ്റിനെ ക്ലോസ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് ഓക്കെ. എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് മാർക്കറ്റിൽ ഇതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ചെയ്തു. എഗെയിൻ മാർക്കറ്റ് തിരിച്ച് അതിനെ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് ബ്രേക്ക് ചെയ്തപ്പോ എനിക്ക് പേടിയായി. ഓക്കെ, ഈ ബ്രേക്ക് എന്നെ പേടിപ്പിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എന്റെ ഫിബ് എടുത്തു, ഫിബ് വലിച്ചു. ഫിബിന്റെ 50%-ൽ എൻട്രി കട്ട് ചെയ്യാനുള്ള പ്ലാനായി. 50% താഴെ മാർക്കറ്റ് സഡൻ ആയിട്ട് ഫാൾ ചെയ്തു. ഞാൻ എന്റെ ഈ ഒരു ഏരിയയിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തു. അതുവരെ നമുക്ക് നല്ല പ്രോഫിറ്റും ലോസും ഒക്കെ ഉണ്ടായി. അടിപൊളിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്നുള്ള ഈ ഒരു കാരണത്താൽ മാത്രം, അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിന് ശേഷം നല്ല രീതിയിൽ ഫാളായി. സോ ഇവിടെ ഒരു സ്ട്രക്ചർ, ഇവിടെ നോക്കിയേ, ഇവിടെ മാർക്കറ്റ് ഇതുവരെ നല്ല രീതിയിൽ പോയിട്ട് ഇവിടെ നല്ലൊരു, അതായത് ബെയറിഷ്നെസിന്റെ അറ്റം, അതായത് മാർക്കറ്റ് ബയേഴ്സിന്റെ കൺട്രോൾ, 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കി ബയേഴ്സിന്റെ കൺട്രോളായ സാധനം. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോയി. സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു, ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് ഡാം ഷുവർ ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്നു. പക്ഷെ എന്നിട്ടും ഇവിടെ മാർക്കറ്റ് നമ്മുടെ വ്യൂസിനെ അഗെയിൻസ്റ്റ് പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ സ്വീപ്പ് ചെയ്താണ് കൂടി ഞാൻ വെയിറ്റ് ചെയ്തേനെ. എനിക്കിതൊരു എന്തോ സംതിങ് റോങ് ഹാപ്പൻ എന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ എന്ത് ചെയ്തു, എന്റെ പൊസിഷൻസ് $4.92 ലോസിൽ, അതായത് നെറ്റ് $5.10 ലോസിൽ ഞാൻ എന്റെ പൊസിഷൻ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ ഞാൻ കട്ട് ചെയ്തു. സോ ചെറിയ ലോസിൽ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. എന്നിട്ട് ഒരു റീ എൻട്രി പ്ലാൻ ചെയ്തു. ഇവിടെ റീ എൻട്രി എന്തിനു പ്ലാൻ ചെയ്യണം? അതായത് ഇങ്ങനെ ഫാൾ നടന്നതിന് ശേഷം മാർക്കറ്റ് ഇമാതിരി മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്, നമുക്ക് ഒരു എൻട്രി ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. സോ അങ്ങനെ വന്നപ്പോ ഇവിടെ 5 മിനിറ്റ്സിൽ എനിക്ക് എന്ത് കിട്ടി? അപ്സൈഡിലോട്ടുള്ള ഒരു 15 മിനിറ്റ്സിന്റെ ഇൻഡ്യൂസ്മെന്റും അതിനുശേഷമുള്ള ഒരു ഓർഡർ ബ്ലോക്കും കിട്ടി. ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ ഏതെങ്കിലും ഒരു പോസിബിൾ എൻട്രി വേസ് ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഞാൻ ടൈം ഫ്രെയിം എടുത്തു. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആദ്യമേ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു സ്വീപ്പ് നടത്തുന്നു, മാർക്കറ്റ് ക്വിക്കായിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി അതിനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ എൻട്രീസിനെ പറ്റി പ്ലാൻ ചെയ്യാന്നുള്ള ഇതായി. എനിക്ക് ഓർഡർ ബ്ലോക്കിന് താഴെ എന്റെ സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. സോ എൻട്രീസ് ഞാൻ പ്ലാൻ ചെയ്തത് ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്നും വീണ്ടും അപ്പിലോട്ട് തന്നെ, അതായത് ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു അപ്പിലോട്ട് തന്നെ പോയി. സോ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റിയത് ഇവിടെ നിന്നാണ്. എന്തുകൊണ്ട് ഇവിടെ നിന്ന്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഫാബ്, സോറി, ഇവിടെ വീണ്ടും അഗൈൻ മേലെ ഒരു സ്വീപ്പ് വന്നിട്ട് അതിനുശേഷമുള്ള ഫാബ് വാല്യൂ ഗ്യാപ്പ് ഇതാണ്. സോ ആ ഒരു ഫാബ് നിന്നാണ് ഞാൻ എൻട്രീസ് പ്ലാൻ ചെയ്തത്. എൻട്രി ഞാൻ എടുക്കുന്നു. എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ക്വിക്കായിട്ട് ഡൗൺ സൈഡ് പോകുന്നു. നമുക്ക് പേടിയുണ്ടോ? പേടിയില്ല. എന്തുകൊണ്ട് പേടിയില്ല? ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മാർക്കറ്റ് സ്വീപ്പാ ചെയ്യുന്നത്. ഇവിടെ സ്വീപ്പ് ചെയ്തു, ഓർഡർ ബ്ലോക്കിന് മാർക്കറ്റ് സ്വീപ്പാ ചെയ്യുന്നത്, നമുക്ക് കൺഫേം ആയി. എന്ത് സ്വീപ്പ് നടന്ന് മാർക്കറ്റ് മേലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഏകദേശം കൺഫേം ആണ് മാർക്കറ്റ് എന്ത് ചെയ്യും? അപ്സൈഡിലോട്ട് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഇവിടെ മാർക്കറ്റ്